ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു മിനി സ്റ്റേക്കേഷന് പോകാൻ പോവാണ്. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങുന്ന ഒരു തത്രപ്പാടാണ്. ഇപ്പോൾ സമയം 9:30 ആവാറായി. ഞങ്ങൾ 9 o'clock ഇറങ്ങണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് തുടങ്ങിയ സംഭവമാണ്. അതല്ലെങ്കിൽ അങ്ങനെയാണ് കേട്ടോ. 9 o'clock പറഞ്ഞാലാണ് 9:30 ഇറങ്ങാൻ പറ്റുള്ളൂ. എല്ലാ പണിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫൈനലി ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ 2 വണ്ടി എടുത്താണ് പോകുന്നത്. ഒരു വണ്ടിയിൽ ഞാൻ, ശാന്തമ്മ ആൻഡ് ഭയ്യ, ആൻഡ് മറ്റേ വണ്ടിയിൽ അമ്മ, അച്ഛൻ, അമ്മുമ്മ ആൻഡ് അമ്മാവൻ. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കുട്ടിക്കാനാണ്. ഇവിടുന്ന് ഒരു 117 kilometers ഉണ്ട് എക്സാക്ട്ലി ടു ദ പ്രോപ്പർട്ടി. ആസ് വി വേ ഗോയിങ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു. ബിക്കോസ് കുട്ടിക്കാനം ഹോൾഡ്സ് എ വെരി സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. ബിക്കോസ് ഞാൻ എൻ്റെ ഡിഗ്രി പഠിച്ചത് മരിയൻ കോളേജ് കുട്ടിക്കാനത്തിലായിരുന്നു. സോ ഐ വാസ് ദെയർ ഫോർ 3 years. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ട്രിപ്പും കൂടെ ആയിരുന്നു. സോ പോകുന്ന വഴി മൊത്തം ഞാൻ എൻ്റെ കോളേജും ഹോസ്റ്റലിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. നമ്മൾ മുണ്ടക്കയത്ത് എത്തി. എനിക്ക് വിശക്കുവാ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റാണി ഫാമിലി റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ യെസ് ഒരു 11:50 ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ലഞ്ച് ടൈം ആയി. എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. മുണ്ടക്കയത്ത് നിന്ന് ഈ പാലം കയറി നമ്മുടെ കുട്ടിക്കാനം റൂട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ആണത്. റാണി എന്നാണ് പേര്. അപ്പോൾ അവിടെ നിർത്തി ഞാനൊരു പൊറോട്ടയും ചില്ലി ചിക്കനൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അവിടെ ചെന്നപ്പോൾ എന്താ ബിരിയാണി മീൽസ് മാത്രമേ ഉള്ളൂ. ബിരിയാണി ഞാൻ കഴിച്ചു വെച്ച് മടുത്തു. സോ ഐ വാണ്ടഡ് ടു ചേഞ്ച്. അപ്പോൾ മീൽസ് ഓർഡർ ചെയ്യാമെന്ന് വെച്ചു. അവർ പറഞ്ഞു സ്പെഷ്യൽസ് ആയിട്ട് ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, മീൻ കറി ഒക്കെ ഉണ്ടെന്ന്. ഓക്കെ എടുത്തോ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് എടുത്തു. എന്ത് ദൈവമേ, ഒരു രക്ഷയില്ലാത്ത മീൻകറിയും മീൻ ഫ്രൈയും ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. സൂപ്പർ ഫുഡായിരുന്നു. എനിക്ക് മീൽസ് പൊതുവെ അത്ര ഇഷ്ടമല്ല, പക്ഷെ ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തു ഈ 3 സാധനമുള്ളതുകൊണ്ട്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ റാണി, റിയലി ഗുഡ്. ഫിഷ് ഫ്രൈ ഓസം. അമ്മ ഇഷ്ടമായോ? അവിയല്, മെഴുക്കുവരട്ടി, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ എല്ലാം സൂപ്പർ. കുട്ടിക്കാനത്താണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വയറും മനസ്സും നിറഞ്ഞ് ഞങ്ങളതേ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞാൻ വേറൊരു റെസ്റ്റോറൻറ്റ് കാണിച്ചു കേട്ടോ. ഒരു ചെറിയ ഹോട്ടലാണ്, പക്ഷെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നത് മറിയ എന്ന് പറഞ്ഞിട്ട് പുള്ളുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ചെറിയ ഹോട്ടലാണ്. അവിടുത്തെ പൊറോട്ടയും മുട്ടക്കറിയും മാൻ സൂപ്പറാണ്. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ചാർലി സിനിമ ഷൂട്ട് ചെയ്ത വെള്ളച്ചാട്ടം, വളഞ്ഞെങ്ങാനം എന്നാണ് പേര്. അപ്പോൾ അവിടെ ഇറങ്ങി നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞ് അവിടെ എത്തിയപ്പോൾ ഇതായിരുന്നു വെള്ളച്ചാട്ടത്തിൻ്റെ അവസ്ഥ. ആരോ ബാക്കിൽ നിന്ന് എന്ത് വിധി ഇത് പാടുന്ന എനിക്ക് കേൾക്കായിരുന്നു. എന്തായാലും അവിടെ ഒന്ന് ചമ്മി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങി. അതേ ഞങ്ങൾ കുട്ടിക്കാനത്തെത്തി. കുട്ടിക്കാനത്തെ അതേ എൻ്റെ കോളേജ് അതാണ് കേട്ടോ, മാരിയൻ കോളേജ് കുട്ടിക്കാനം. കോളേജൊക്കെ ഇപ്പോൾ ഒരുപാട് വളർന്ന് വലുതായി. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വികാരമായിരുന്ന ഒരു ഹോട്ടലാണ് ദേവാസ് എന്ന് പറഞ്ഞിട്ട്. ചെറിയ ഹോട്ടലാണ്, പക്ഷെ അവിടുത്തെ സ്പാനിഷ് മസാലയും ഹോർലിക്സും സൂപ്പറായിരുന്നു. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളതേ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ റിസോർട്ട് വരുന്നത് കുട്ടിക്കാനം ടു പരുന്തുംപാറ പോകുന്ന റൂട്ടിലാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി, പീക്കോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ചെന്നപ്പോൾ 3 dogs മുറ്റത്തിരിക്കുന്നു. ഐ വാസ് സോ ഹാപ്പി. വാവ്, പെറ്റ്സ് ഒക്കെ ഉള്ള റിസോർട്ട്. അവരായിട്ട് എങ്ങനെയെങ്കിലും കമ്പനി ആവണേ. ഓക്കെ, അപ്പോൾ ഞങ്ങളിതേ എത്തി. നമ്മുടെ കോട്ടേജസ് ഒക്കെ കാണാൻ പോവാണ്. ടീ പ്ലാന്റേഷൻ്റെ മിഡിലായിട്ടാണ് റിസോർട്ട്. ഇതൊരു ചെറിയ റിസോർട്ടാണ് കേട്ടോ. ലൈക്ക് ഒരു 5 റൂംസേ ഉള്ളൂ ടോട്ടൽ. അപ്പോൾ നല്ല പ്രൈവസി ഉണ്ടാവും, അതേപോലെ ഭയങ്കര ഒരു കോസി വൈബുമാണ് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. സോ ദെയർസ് എ ബിഗ് കിങ് സൈസ് ബെഡ്, ബാൽക്കണി, പിന്നെ TV, കെറ്റിൽ, അങ്ങനത്തെ സാധനങ്ങൾ. ആൻഡ് ദിസ് ഇസ് വാട്ട് സ്ട്രക്ക് മീ ദ മോസ്റ്റ്. ദിസ് ഇസ് ദ ബാത്റൂം. അപ്പോൾ ബാത്റൂം നല്ലൊരു എസ്തെറ്റിക് വൈബായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് റിയലി നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ. ഇനി അമ്മുമ്മയുടെ റിയാക്ഷൻ കാണാം കേട്ടോ ബാത്റൂമിൽ കണ്ടിട്ട്. ആര് കാണാൻ? കുറച്ചു നേരം അമ്മമ്മ അവിടെ സ്റ്റക്കായിട്ട് നിന്നതിന് ശേഷം നല്ല ഇന്റീരിയേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ദിസ് ഇസ് ആ റൂം ബാൽക്കണി, ആൻഡ് ഇതാണ് ബാൽക്കണി വ്യൂ. ഇറ്റ് ഇസ് നൈസ്. അപ്പോൾ മൊത്തത്തിൽ ഐ വാസ് വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദ റൂം. നമുക്കിനി പൂൾ ഏരിയയിലേക്ക് പോകാം. ദെയർസ് എ സ്മോൾ ഇൻഫിനിറ്റി പൂൾ ആൻഡ് എ കിഡ്സ് പൂൾ ഓൾസോ. ഇഷ്ടമായ അമ്മ? ഭയങ്കരമായിട്ട് എന്ത് വ്യൂ ആടാ. അപ്പോൾ ഇത് പൂളിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളൊരു സ്പേസ് ആണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഡൈനിങ് ഓർ കോമൺ സ്പേസ്. അവിടെ ഒരു ക്യാരം ബോർഡും ഉണ്ട്, ഒരു സ്പീക്കറൊക്കെ ഉണ്ട്. കുറേ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞ് ഞങ്ങളിതേ റൂമിലൊന്ന് സെറ്റിലായി. കുറേ നേരം കത്തി വെച്ചു. പിന്നെ ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ റിലാക്സ് ചെയ്യാണ് കുറച്ച് നേരത്തേക്ക്. റൂം 2 സെയിം ആസ് റൂം 1. വലിയ ഡിഫറൻസ് ഒന്നും. ഇത് രണ്ടും ഇവരുടെ വലിയ റൂംസാണ് കേട്ടോ ഞങ്ങളെടുത്തേക്കുന്നത്. ഇപ്പോൾ ഈ റൂംസിൽ ഓൾറെഡി കെറ്റിലും പിന്നെ കോഫി പൗഡർ, പാൽപ്പൊടി, നമ്മുടെ യൂഷ്വൽ തിങ്സ് എല്ലാം ഉണ്ട്. ഇവിടുത്തെ വാഷ്റൂം നോക്കാം.
അപ്പോൾ ഈ റൂംസൊക്കെ അത്യാവശ്യം വലുതാണ്. അപ്പോൾ നമ്മളൊരു എക്സ്ട്രാ ചെറിയ റൂമും കൂടെ പറഞ്ഞിരുന്നു. ദിസ് ഇസ് ദാറ്റ് റൂം. പക്ഷേ ഇത് നമ്മൾ മിക്കവാറും എടുക്കില്ല, ബിക്കോസ് ദ എക്സിസ്റ്റിംഗ് റൂംസ് ആ ബിഗ്. അപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ബെഡ് 2 റൂമിലോട്ട് നമുക്ക് എല്ലാവർക്കും അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം. ഇതിപ്പോൾ അവർ എക്സ്ട്രാ ഒരുപാട് ആളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുന്ന റൂമാണ്, ജസ്റ്റ് ഫോർ സ്ലീപ്പിംഗ് പർപ്പസ്. അപ്പോൾ ഈ റൂമിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ പൂള് വരുന്നത്. പൂളും ഒരു ചെറിയൊരു ഡൈനിങ് സ്പേസ് ഉണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പം സമയം 3 മണിയാണ്, പക്ഷെ വെയിലൊക്കെ നല്ല കുറവാണ്. ഓൾസോ നല്ല തണുത്ത ബ്രീസൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമായി. ഈ നാട്ടിലൊക്കെ എന്താ ചൂട്, ആ ചൂടിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഒരു ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ വയ്യ ഗൈസ്. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, ഇവിടെ ചുറ്റും ഈ ടീ പ്ലാന്റേഷനാണ്. അപ്പോൾ എങ്ങോട്ട് നോക്കിയാലും ഒരു വാസ്റ്റ് ഏരിയ വരെ ഗ്രീനറിയാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു പീസ്ഫുൾ ആൻഡ് സെറീൻ വൈബ് തരുന്നുണ്ടായിരുന്നേ. ഇപ്പം നമ്മൾ നല്ല വ്യൂസൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് നമ്മൾ ഫോട്ടോസ് ക്ലിക്ക്. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ അടുത്ത പരിപാടി. അങ്ങനെ കുറേ നേരത്തെ ഫോട്ടോ സെഷന് ശേഷം ഞങ്ങളിതേ പൂളിൽ ഇറങ്ങാനായിട്ട് റെഡിയായി. അപ്പോൾ പൂളിൽ ചാടുന്ന സമയം ഞങ്ങൾ അമ്മുമ്മയും ശാന്തമ്മേനെയും അവിടെ മുകളിലൊരു ഓപ്പൺ ഡൈനിങ് കണ്ടില്ലേ, അവിടെ ഇരുത്തി. ആൻഡ് ഞങ്ങൾ ഇതേ പതുക്കെ പൂളിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾക്ക് ആർക്കും സ്വിമ്മിങ് അറിയില്ലാത്തതുകൊണ്ട് ഭാഗ്യം. ആകെ സ്വിമ്മിങ് എന്തെങ്കിലും അറിയാവുന്ന അച്ഛനാണ്. ഞങ്ങളെല്ലാവരും പൂളിൽ വന്നാൽ ഇങ്ങനെ ഇരിക്കുക, നടക്കുക, അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. സോ ഞാൻ പൂളിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല തണുത്ത വെള്ളം കേട്ടോ, ഫ്രീസിങ് വാട്ടറാണെന്ന് എനിക്ക് തോന്നുമായിരുന്നു. ബിക്കോസ് ഒന്നാമത് തണുത്ത വെതറും തണുത്ത കാറ്റും തണുത്ത വെള്ളം, വല്ലാത്തൊരു ഫീലായിരുന്നു. അമ്മ ഇറങ്ങിയില്ല വെള്ളത്തിൽ, ബിക്കോസ് അത്യാവശ്യം ഡെപ്ത് ഉണ്ടായിരുന്നു, തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ 4 പേര് ഇറങ്ങി, ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഇതൊക്കെ മിനി ലക്ഷറീസ് ഇൻ ലൈഫാണ്. എനിക്ക് നല്ല തണുത്തിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്, പക്ഷേ ഐ വാസ് എൻജോയിങ് ദാറ്റ് വൈബ് ഓൾസോ. ആ ഒരു വെതറിൽ തണുത്ത ഇൻഫിനിറ്റി പൂളിൽ നിന്നുള്ള വ്യൂ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഐ വാസ് സോ ഹാപ്പി. ആ പൂളിൽ നിന്ന് സമാധാനമായിട്ട് വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നല്ല പഴംപൊരിയുടെ മണം. നോക്കുമ്പോൾ എന്താ, അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അവിടെ. ഞാൻ പിന്നെ അവിടെ നിന്ന് നനഞ്ഞ കോസ്റ്റ്യൂമിൽ തന്നെ ഓടി നല്ലൊരു മുരിഞ്ഞ ഒണിയൻ പക്കോട തന്നെ എടുത്ത്, നല്ല ചൂടാട്ടോ. അത് കഴിച്ചപ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, ആ തണുപ്പത്തൊരു ആശ്വാസമായിരുന്നു. കോഫി കുടിച്ചപ്പോഴോ ഈവൻ ബെറ്റർ. ചെറിയൊരു എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി കാണിക്കാം കേട്ടോ. 5:30 ആയപ്പോഴത്തേക്കും നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു. തണുത്തിട്ട് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ പൂളിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല മഴയായി. അപ്പോൾ തണുപ്പും കൂടിയതനുസരിച്ച് പക്ഷെ നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വേർക്കും. ഇവിടെ ഐ ഫെൽറ്റ് ലൈക്ക് ഹെവൻ. നല്ല തണുപ്പും ആ ഒരു ആംബിയൻസും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും നല്ലൊരു ഫീലായിരുന്നു. 6:30 വരെ ഞാൻ വെയിറ്റ് ചെയ്തു മഴ നിൽക്കാൻ. മഴ നിന്നതും ഞാൻ ഇറങ്ങി പ്രോപ്പർട്ടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നോർത്ത് നടക്കാൻ പോവാണേ. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഞാനൊരു സ്പേസ് മിസ് ചെയ്തു, വിച്ച് ഇസ് ദ ഡൈനിങ് ഏരിയ. അതൊരു വേറെ വൈബ് തന്നെയായിരുന്നു. അവരുടെ പെയിൻറ്റിങ് എസ്പെഷ്യലി ഭയങ്കര ഭംഗിയുണ്ട്. അതൊരു ടെക്സ്ചേർഡ് പെയിൻറ്റിങ് ആണ്. ആ ഒരു പെയിൻറ്റിങ്ങും ഇവിടുത്തെ ഒരു അറേഞ്ച്മെൻറ്റും ലൈറ്റ്സും എല്ലാം കൂടെ ഇപ്പോൾ ഭയങ്കര ഒരു വിൻറ്റേജ് ഫീലൊക്കെ ഉണ്ടായിരുന്നു ഇതിന്. ഓൾസോ അവിടെ ഒരു മിനി ലൈബ്രറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മ അവിടെ ചെന്ന് നേരെ ഫ്ലാറ്റ് ബുക്സ് കണ്ടപ്പോഴത്തേക്കും, ബിക്കോസ് ഷീ ഈസ് എ പേഴ്സൺ ഹു ലവ്സ് റീഡിങ് ബുക്സ്. ഞാൻ അവിടെ വെറുതെ കുറച്ച് വീഡിയോ ക്ലിപ്സിന് വേണ്ടി ബുക്ക് വായിക്കുന്ന പോലെ അഭിനയിച്ചു. പിന്നെ ആ ഷെൽഫിൽ കാർഡ്സ് കണ്ടു. അപ്പോൾ കാർഡ്സ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഇടയ്ക്ക് റമ്മി കളിക്കാറുണ്ട് വീട്ടിലൊക്കെ. അപ്പോൾ റമ്മി ഒരു ഗെയിം ആവാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതേ കാർഡ്സ് കളിക്കാൻ പോവാണ്. ഞങ്ങളുടെ വീട്ടിലെ റമ്മി ചാമ്പ്യൻ ആണ് ഇരിക്കുന്ന അഹങ്കാരം ഇല്ലാത്ത കുട്ടി. അങ്ങനെ ഫസ്റ്റ് ഗെയിം ഓഫ് റമ്മി കഴിഞ്ഞപ്പോൾ ഞാനാണ് ജയിച്ചത്. റമ്മി ചാമ്പ്യനൊക്കെ തോറ്റുപോയി പാവം. അത് കഴിഞ്ഞ് ഞങ്ങൾ സെക്കൻഡ് ഗെയിം തുടങ്ങിയപ്പോഴത്തേക്കും ഭക്ഷണം എത്തി. അപ്പോൾ ഫുഡ് വന്നപ്പോഴത്തേക്കും പിന്നെ ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് തന്നെ എല്ലാവരും പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. എല്ലാവരും പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക. ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഓർഡർ ചെയ്ത പാലക് പനീർ, ചപ്പാത്തി, പൊറോട്ട, പനീർ ബട്ടർ മസാല, മഷ്റൂം മസാല ഒക്കെ ആയിരുന്നു. അങ്ങനെ അടിപൊളി ഫുഡ് കഴിച്ച് ഞങ്ങൾ റൂമിൽ വന്ന് കിടക്കാൻ സമയമായി. അപ്പോൾ നമ്മുടെ സോഫ കം ബെഡ് എങ്ങനെ
എങ്ങനെ ബെഡാക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ കാണുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കോൺസെപ്റ്റ്. അവർ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ട് അത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇറ്റ് ബിക്കംസ് എ ബെഡ്. പിന്നെ അത് തിരിച്ച് മടക്കി വെച്ചാൽ ഇറ്റ് ബിക്കംസ് എ സോഫ. യൂഷ്വലി നമ്മൾ എക്സ്ട്രാ ബെഡ് പറയുമ്പോൾ ഒരാൾക്ക് താഴെ കിടക്കേണ്ടി വരും, ബെഡ് ഇട്ട് തരും. പക്ഷേ ഇവിടെ കോട്ടും ഉണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് വെരി യൂസ്ഫുൾ. ആൻഡ് അത് മാത്രമല്ല, ചെറിയ ബെഡല്ല കേട്ടോ, ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡാണ്. ഒരാൾക്ക് നല്ലോണം കിടക്കാം. അപ്പോൾ നമ്മൾ ആ എക്സ്ട്രാ റൂം എടുത്തത് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് 2 എക്സ്ട്രാ ബെഡ്സ് സെറ്റപ്പ് ചെയ്തു. കുറേ നേരത്തെ കത്തിവെപ്പിന് ശേഷം സമയം 11:45 ഇനി പോയി കിടക്കട്ടെ. ബൈ. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഞാൻ 6:30 എണീറ്റ് എല്ലാവരെയും എണീപ്പിച്ചുകൊണ്ട് വന്നതാണ് ടു സീ ദ സൺറൈസ്. പക്ഷേ ഇന്നലത്തെ ഇടി മിന്നൽ മഴയൊക്കെ കാരണം ടുഡേ മോർണിംഗ് വാസ് എ ഫോഗി മോർണിംഗ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൺറൈസ് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നല്ല മിസ്റ്റ് ഉള്ളതുകൊണ്ട് പ്രോപ്പർട്ടി വാസ് ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ഇൻ ദ മിസ്റ്റ്. അങ്ങനെ പ്രോപ്പർട്ടി എല്ലാം നടന്ന് ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്നലെ പറഞ്ഞ ഡോഗ്സിനെ കാണാൻ ഞാൻ പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കുറേ പ്രാവശ്യം സിംബ എന്നൊക്കെ വിളിച്ചിട്ട് ഒരനക്കമില്ല. അമ്മ വിളിച്ചപ്പോഴത്തേക്കും പക്ഷേ എല്ലാവരും ഓടി വന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഓണർ പറഞ്ഞു അവരുടെ അടുത്തൊന്നും ഇടങ്ങാൻ പറ്റില്ല, ബിക്കോസ് അതെല്ലാം ഹണ്ടിങ് ഡോഗ്സ് ആണ്, ഹൗണ്ട്സ് ആണ്. അപ്പോൾ ഒരു കാരണവശാലും അവർ ഇണങ്ങില്ല, അവർ നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഡോഗ്സ് ആണെന്ന്. അപ്പോൾ ദൂരെ നിന്ന് കാണാമെന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കാണാനൊക്കെ ഭയങ്കര സ്വീറ്റാണ് കേട്ടോ. അവരെ കുറച്ച് നേരം നോക്കി നിന്നതിന് ശേഷം ഞങ്ങൾ ഓടിപ്പോയി റെഡിയായി, ബിക്കോസ് നമ്മൾ പരുന്തുംപാറ പോകാമെന്ന് ഓർത്തു. ഇവിടെ നിന്ന് ഒരു 4 to 5 kilometers ഉള്ളൂ പരുന്തുംപാറ. കുറച്ചും കൂടി നേരത്തെ പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി മിസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു. പക്ഷേ നമുക്ക് പോയി നോക്കാം. ഇപ്പം ഞങ്ങൾ ഓൺ ദ വേ തന്നെ പോകുമ്പോൾ കാണാം കേട്ടോ, റൈറ്റ് സൈഡിലൊക്കെ നിറച്ച് മിസ്റ്റ്. പിന്നെ അങ്ങോട്ട് അടുക്കും തോറും റോഡിലേക്കൊക്കെ മിസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എത്തി സമാധാനമായി. ഓക്കെ, മിസ്റ്റ് കാണാൻ പറ്റും എന്നൊക്കെ. അതെ, അവിടെ എത്തി നമ്മളിപ്പോൾ. സോ ആസ് യു ക്യാൻ സി അത്യാവശ്യം മിസ്റ്റൊക്കെ ഉണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങളവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു. അവിടേക്ക് നടന്നു കയറാനായിട്ട് അമ്മൂമ്മയ്ക്കും ശാന്തമ്മയ്ക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ എത്തി അവർ ആ വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഉള്ള ഹാപ്പിനെസ് കണ്ടപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. ഇപ്പോൾ നല്ല വെയിലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങളിതേ റിസോർട്ടിലേക്ക് തിരിച്ചു പോവാണ്. നമ്മുടെ ഭക്ഷണമൊക്കെ ആയി. അപ്പോൾ അതേ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്കുള്ള കോഫി ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ആൻഡ് നമ്മുടെ സ്റ്റേക്കേഷൻ ഹാസ് കം ടു എൻ എൻഡ്. ഇപ്പോൾ അതേ ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈമായി. ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഇറ്റ് ഈസ് 11 o'clock. അപ്പോൾ ദ സ്റ്റേക്കേഷൻ വാസ് റിയലി ഗുഡ്. ഐ ഹാഡ് എ ഗുഡ് ടൈം. ഇറ്റ് വാസ് ഷോർട്ട് ബട്ട് സ്വീറ്റ് ആൻഡ് മെമ്മറബിൾ വൺ. ആൻഡ് എ സ്പെഷ്യൽ താങ്ക്സ് ടു ജോബി സർ, ഹൂ ഈസ് ദി ഓണർ. സാറ് നല്ല പെർഫെക്റ്റ് ഹോസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് എപ്പോൾ വിളിച്ചാലും എന്താവശ്യം ഉണ്ടെങ്കിലും സാറ് ഞങ്ങളുടെ കോൾ എടുത്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. സോ ഐ എം ഡെഫിനറ്റ്ലി ഗോയിങ് ടു റെക്കമെൻഡ് ഇറ്റ് ടു എവ്രി വൺ. അപ്പോൾ നിങ്ങൾ കുട്ടിക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ പെർഫെക്റ്റ് സ്റ്റേ ഓപ്ഷൻ. ആൻഡ് പ്രൈവസിയും കോസിനെസ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു അടിപൊളി സ്ഥലമായിരിക്കും. സോ ബൈ. ഐ hope you enjoyed the vlog. See you in my next vlogs. Till then, take care and don't forget to stay hydrated.